നമസ്കാരം. സംവിധായകൻ ഒമർ ലുലുവിനെതിരെ ഒരു യുവനടി. അതിപ്പോൾ ഒരു ഷോർട്ട് ഫിലിമിൽ മുഖം കാണിച്ചാലും പിന്നീട് അവർ സ്വയം വിശേഷിപ്പിക്കുന്നത് നടി എന്നാണല്ലോ. ഒരു യുവനടി പീഡന പരാതി കൊടുത്തു. ഇക്കഴിഞ്ഞ ജനുവരിക്കും ഏപ്രിലിനും ഇടയ്ക്ക് ഒമർ ലുലു തന്നെ പലയിടങ്ങളിൽ വെച്ച് പീഡിപ്പിച്ചു എന്നാണ് യുവനടിയുടെ പരാതി. ആദ്യം പീഡിപ്പിച്ചപ്പോൾ തന്നെ പരാതി കൊടുത്തില്ല. അതിന് കാരണമുണ്ട്. സിനിമയിൽ അവസരം നൽകാമെന്ന് വാഗ്ദാനം ചെയ്താണ് ഇവളെ പീഡിപ്പിച്ചതത്രേ. നടിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയ നെടുമ്പാശ്ശേരി പോലീസ് ഒമർ ലുലുവിനെതിരെ കേസെടുക്കുകയും ചെയ്തു. കൊച്ചിയിൽ സ്ഥിരതാമസമാക്കിയ നടി പരാതി നൽകിയത് എറണാകുളം സിറ്റി പോലീസിനായിരുന്നുവെങ്കിലും സംഗതി നടന്നത് നെടുമ്പാശ്ശേരിയിലായതുകൊണ്ട് പരാതി അവിടേക്ക് കൈമാറുകയായിരുന്നു. എന്തായാലും നടന്നത് പീഡനമല്ല, മറിച്ച് രണ്ടുപേരും തമ്മിൽ പരസ്പര സഹകരണത്തോടെ നടത്തിയ ശാരീരിക ബന്ധമായിരുന്നു എന്ന് കണ്ടെത്തിയ ഹൈക്കോടതി ഇരയ്ക്ക് ജാമ്യം അനുവദിച്ചു. ഇരയ്ക്ക് എന്തിനാണ് ജാമ്യം അനുവദിച്ചത് എന്നുള്ള സംശയം കേൾക്കുന്ന നിങ്ങൾക്കുണ്ടാകാം. എൻ്റെ കണ്ണിൽ പ്രതി എന്ന് മുദ്ര കുത്തപ്പെട്ടവനാണ് ഇര, അതായത് ഒമർ ലുലു. അതെന്തുകൊണ്ടാണെന്ന് ഇത് മുഴുവൻ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. എന്തായാലും അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 50,000 രൂപയുടെ ബോണ്ടും തുല്യ തുകയ്ക്കുള്ള രണ്ടുപേരുടെ ആൾജാമ്യത്തിലും ഒമറിന് ജാമ്യം നൽകണമെന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. എന്നാൽ രണ്ടുപേരുടെയും പരസ്പര സമ്മതത്തോടെയുള്ള ശാരീരിക ബന്ധമായിരുന്നു നടന്നത് എന്നാണ് ഒമർ ലുലു പറയുന്നത്. അതാണ് ശരി. ഈ യുവനടിയുമായി ഒരുപാട് നാളുകളായി സൗഹൃദമുണ്ടെന്നും പല യാത്രകളിലും ഇവൾ ഒപ്പം ചെന്നിരുന്നുവെന്നും, എന്നാൽ ഇടയ്ക്ക് ബന്ധത്തിൽ വിള്ളൽ സംഭവിച്ചതുകൊണ്ട് കഴിഞ്ഞ 6 മാസങ്ങളായി ഇവളുമായി യാതൊരു ബന്ധവുമില്ലെന്നും ഒമർ പറയുന്നു. മാത്രമല്ല, താൻ തൊട്ടു മുൻപ് ചെയ്ത സിനിമയിലും അഭിനയിച്ച ഇവൾ പുതിയ സിനിമ തുടങ്ങിയപ്പോഴാണ് പീഡന പരാതിയുമായി എത്തിയതെന്നും അത് ഒരുപക്ഷെ പുതിയ സിനിമയിൽ അവസരം നൽകാത്തതിലുള്ള ദേഷ്യം കൊണ്ടോ അല്ലെങ്കിൽ ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടാനോ ആയിക്കൂടുന്നില്ലെന്നും ഒമർ പറയുന്നു. ഇത്രയും കേൾക്കുമ്പോൾ തന്നെ ഇക്കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. രണ്ടുപേരും മുൻപരിചയക്കാരായിരുന്നു, സുഹൃത്തുക്കളായിരുന്നു, ഒരുമിച്ച് പലതവണ യാത്ര ചെയ്തിട്ടുണ്ട്. ഒമറിന്റെ സിനിമകളിൽ പരാതിക്കാരി അഭിനയിച്ചിട്ടുമുണ്ട്. അതിലൊക്കെയുപരി നടി പരാതിയിൽ പറയുന്നത് അവസരം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് പലയിടങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നാണ്. എന്തൊരു വിരോധാഭാസമാണെന്ന് നോക്കൂ. സ്ത്രീകൾക്ക് നമ്മുടെ രാജ്യത്തെ നിയമം കൊടുക്കുന്ന അധിക നിയമ പരിരക്ഷയെ വ്യഭിചരിക്കുകയാണ്, ദുർവിനിയോഗം ചെയ്യുകയാണ് ഇവളെപ്പോലെയുള്ള കുറേ എണ്ണം. പ്രായപൂർത്തിയായ ഒരു പുരുഷനും സ്ത്രീക്കും തമ്മിൽ പരസ്പര സമ്മതത്തോടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നിയമം തന്നെ നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ പരസ്പര സമ്മതത്തോടെ നടന്ന ഈ ലൈംഗിക ബന്ധത്തിൽ പുരുഷൻ മാത്രം എങ്ങനെ കുറ്റക്കാരനാകും? പരാതി നൽകിക്കഴിഞ്ഞാൽ അവൾ പിന്നെ ഇരയാണ്, അവൾ ചൂണ്ടിക്കാണിക്കുന്നവൻ വേട്ടമൃഗവും. നിയമം എല്ലാവർക്കും ഒരുപോലെയാണെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ഒമർ ലുലു എങ്ങനെ കുറ്റക്കാരനാകും? ഒരു കാര്യസാധ്യത്തിനു വേണ്ടി സ്വന്തം ശരീരം വിൽപ്പന ചരക്കാക്കുക, എന്നിട്ട് സഹായിച്ചവനെതിരെ പീഡന പരാതി കൊടുക്കുക. ഇതുപോലെയുള്ള ജനുസിൽപ്പെട്ടവർ കേരളത്തിൽ മാത്രമേ ഉണ്ടാകൂ എന്ന് തോന്നുന്നു. മുമ്പ് സംവിധായകൻ കമലിനെതിരെ ഒരുത്തി പരാതി കൊടുത്തിരുന്നു. അതും സിനിമയിൽ അഭിനയിക്കാൻ അവസരം സംബന്ധിച്ചുള്ള തർക്കത്തെ തുടർന്നുള്ള പകപോക്കൽ. മീറ്റു എന്നൊരു ആചാരമുണ്ട്. പണ്ടെങ്ങോ ആരെങ്കിലും കണ്ണുറുക്കി കാണിച്ചെന്നോ നോക്കി നിന്ന് കോട്ടുവായിട്ടെന്നോ അവസരം നൽകാൻ കൂടെ കിടക്കാൻ നിർബന്ധിച്ചെന്നോ ഒക്കെ പറഞ്ഞായിരിക്കും പരാതി. സംഗീത സംവിധായകൻ വൈരമുത്തുവിനും അമിതാഭ് ബച്ചനുമെതിരെ വരെ ഇത്തരം ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഒരു സ്ത്രീയെ ബലമായി പ്രാപിക്കുകയാണെങ്കിൽ അതിനെ ബലാത്സംഗം എന്ന് വിളിക്കാം. അത് തീർച്ചയായും കുറ്റകൃത്യം തന്നെയാണ്. പക്ഷേ എന്നോ എവിടെ വെച്ചോ ഒരുത്തൻ ശാരീരിക ബന്ധത്തിന് ക്ഷണിച്ചെന്നോ അല്ലെങ്കിൽ പരസ്പര സമ്മതത്തോടെ ഒരുത്തനോടൊപ്പം പോയി കിടന്നിട്ട് വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നോ ഒക്കെ പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഇത് നീതികേടല്ലേ? കുറെ കാലം മുൻപ് നടൻ സിദ്ദിഖിനെതിരെയും ഒരു നടി ഇത്തരമൊരു ആരോപണം ഉയർത്തിയിരുന്നു. സിദ്ദിഖ് മോശമായി പെരുമാറിയെന്ന് ആരോപിക്കപ്പെട്ടതിനും വർഷങ്ങൾക്കു ശേഷമാണ് നടി പരാതിയുമായി എത്തിയത്. നടനും നിർമ്മാതാവുമായ വിജയ് ബാബുവിനെതിരെയും ഒരുത്തിയെത്തി പീഡന പരാതിയുമായി. ഇവരെ ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവർക്കൊക്കെ മൂക്കു കയറിടേണ്ടത് കോടതികളാണ്. പെണ്ണെന്ന് കരുതി എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും അതിനെ എങ്ങനെയാണ് ന്യായീകരിക്കാൻ കഴിയുന്നത്? ആരോപിക്കപ്പെടുന്ന പുരുഷനെ അടവിച്ച് വിരിച്ചതല്ല. അവനും അച്ഛനും അമ്മയും കൂടപ്പിറപ്പുകളും മക്കളും ഭാര്യയും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെയുണ്ട്. അവന്റെ അമ്മയും സഹോദരിയും ഭാര്യയും മകളും ഒക്കെ സ്ത്രീകൾ തന്നെയാണ്. അപ്പോൾ അവർക്ക് മനുഷ്യാവകാശങ്ങളൊന്നും ബാധകമല്ലേ? ആരോപണ വിധേയനായ ഇര, അതായത് പുരുഷനോ അവന്റെ കുടുംബത്തിലുള്ളവരോ നാണക്കേട് കൊണ്ട് ജീവനൊടുക്കിയാൽ ആര് സമാധാനം പറയും? പല പുരുഷന്മാരുടെയും ആത്മഹത്യക്ക് പിന്നിൽ ആരും അറിയാതെ പോകുന്ന ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിരിക്കാം. സമാനമായൊരു സംഭവം കഴിഞ്ഞ മാസം ഉണ്ടായി. തിരുവനന്തപുരം ജില്ലയിലെ ഒരു ഇൻസ്പെക്ടർ ഒരുത്തിയുടെ മാനസിക പീഡനത്തെ തുടർന്ന് കെട്ടിത്തൂങ്ങി മരിച്ചു. രണ്ടുപേരുടെയും പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധമായിരുന്നിട്ട് പോലും അയാളെ വിടാതെ പിന്തുടർന്ന് വേട്ടയാടി അവൾ. പരമാവധി പിടിച്ചു നിന്ന ആ മനുഷ്യൻ ഒടുവിൽ ഒരു മുഴം തുണിയിൽ ജീവനൊടുക്കി. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ള പരാതി ഏറ്റവും കൂടുതൽ ഉയരുന്നത് കേരളത്തിലാണ്. വാഗ്ദാനം നൽകാൻ ഇതെന്താ, നറുക്കെടുപ്പിലൂടെ നടത്തുന്ന സമ്മാന പദ്ധതിയാണോ? ഇത്തരം സ്ത്രീകളെ പ്രോത്സാഹിപ്പിക്കുന്നത് ഇവിടുത്തെ നിയമവ്യവസ്ഥിതി തന്നെയാണ്. ഞാൻ പെണ്ണാണ്, എനിക്ക് എന്തുമാകാം എന്നുള്ള ഹുങ്കാണ് ഒരു വിഭാഗം പെണ്ണുങ്ങൾക്ക്. ആനുകൂല്യങ്ങൾ നേടിയെടുക്കേണ്ടതുള്ളപ്പോൾ മാത്രം
അവർ ഇരവാദമുയർത്തും. ആസിഡ് ആക്രമണങ്ങളുടെയും പെരുവഴിയിൽ നടക്കുന്ന കൊലപാതകങ്ങളുടെയും ഒക്കെ പിന്നാമ്പുറ കഥ ചികഞ്ഞു പോയാൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ചതിയുടെ കഥയുണ്ടാകുമെന്നുറപ്പാണ്. വാഗ്ദാനങ്ങൾ നൽകിയുള്ള പീഡനം എന്നത് സ്ത്രീകളെ ഒന്നടങ്കം അപമാനിക്കുന്നതാണ്. ഒരു വാഗ്ദാനത്തിന്റെയും മുന്നിൽ ഉരിഞ്ഞിട്ട് കൊടുക്കാനുള്ളതല്ല സ്ത്രീകളുടെ ചാരിത്രം. രണ്ടുപേർ പരസ്പര സമ്മതത്തോടെ എന്തുമായിക്കോട്ടെ, അത് അവരുടെ സ്വാതന്ത്ര്യം, അവകാശം. വാഗ്ദാനങ്ങൾക്ക് മുന്നിൽ തുണിയഴിക്കുന്നവൾക്ക് കണിഞ്ഞാണിടേണ്ടത് നമ്മുടെ നിയമം തന്നെയാണ്. ആ നിയമം എന്ന് ഇതൊക്കെ തിരിച്ചറിയുന്നോ അന്ന് മാത്രമേ ഇത്തരം പരാതികൾക്ക് അറുതിയുണ്ടാകൂ. എന്തായാലും സുരേഷ് ഗോപി ഒരു മാധ്യമപ്രവർത്തകയുടെ ചുമലിൽ കൈവച്ചപ്പോൾ കുരച്ചു ചാടിയ സാംസ്കാരിക നായ്ക്കളും ഫെമിനിസ്റ്റുകളും വനിതാ ആക്ടിവിസ്റ്റുകളും ഒന്നും ഒമർ ലുലുവിന്റെ കാര്യത്തിൽ മിണ്ടുന്നില്ല. 2-3 ആഴ്ചയായി പെരുമഴയല്ലേ, വായിൽ വെള്ളം കയറിയതുകൊണ്ടായിരിക്കും. എന്തായാലും വീണ്ടും കാണാം.